യേശുക്രിസ്തുവിന്റെ കുരിശുമരണ സ്മരണയിൽ ഒരു വിശുദ്ധ വാരം കൂടി കടന്നു പോകുമ്പോൾ 500 കൊല്ലം പഴക്കമുള്ള വല്ലാർപാടം ബസിലിക്കയിൽ നടന്ന പരമ്പരാഗത ചടങ്ങ് ഭക്തിസാന്ദ്രമായി. കുരിശുമരണത്തിന് ശേഷമുള്ള ഭാഗങ്ങൾ ദൃശ്യാവിഷ്കാരത്തോടെ അവതരിപ്പിച്ചാണ് ബസിലിക്ക ഈ പരമ്പരാഗത ചടങ്ങിന് നേതൃത്വം നൽകിയത്. നൂറ്റാണ്ടുകളായി അനുഷ്ഠിച്ചു പോരുന്ന പാസ്ക തിരുകർമ്മത്തോടെയാണ് വല്ലാർപാടം ബസിലിക്കയിൽ യേശുദേവന്റെ പീഡാനുഭവ സ്മരണയിൽ ദുഃഖവെള്ളി ആചരിച്ചത്. ലോകത്തിന്റെ മുഴുവൻ പാപങ്ങളും ഏറ്റുവാങ്ങി കുരിശിലേറിയ ക്രിസ്തു സഹിച്ച പീഡാനുഭവങ്ങളുടെ യഥാർത്ഥ ദൃശ്യാവിഷ്കാരമാണ് ബസിലിക്കയിലെ പാസ്ക തിരുകർമ്മം. ചലിപ്പിക്കാനാകുന്ന വിദേശ നിർമ്മിതമായ യേശുവിന്റെ സ്വരൂപമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കുരിശിലേറ്റപ്പെട്ട ക്രിസ്തുവിന്റെ ശിരസിൽ നിന്ന് മുൾക്കിരീടം മാറ്റി ശരീരം കുരിശിൽ നിന്ന് താഴേക്ക് ഇറക്കുന്നതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. തുടർന്ന് പ്രത്യേക പേടകത്തിലാക്കിയ ശരീരം വൈദികരുടെ നേതൃത്വത്തിൽ നഗരികാണിക്ക ശുശ്രൂഷ നടത്തി. വല്ലാർപാടം ബസിലിക്കയുടെ തിരുമുറ്റത്ത് നടന്ന നഗരികാണിക്ക ശുശ്രൂഷയിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനയോടെ പങ്കെടുത്തത്. യേശുവിന്റെ മരണശേഷം കന്യാമറിയം ശിഷ്യരോടൊപ്പം ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ സ്മരണയിൽ പുത്തൻപാന പാരായണത്തോടെയാണ് ശുശ്രൂഷ കർമ്മങ്ങൾക്ക് സമാപനമായത്. ഇന്ന് ഈ ലോകത്തിൽ സഹനങ്ങളും വേദനകളും മർദ്ദനങ്ങളുമൊക്കെ കൂടി വരുന്ന കാലഘട്ടമാണല്ലോ. അവിടെയൊക്കെ നമ്മൾ തനിച്ചല്ല വേദനകൾ സഹിക്കുന്നത്. ഒരു ദൈവം നമ്മോടുകൂടെയുണ്ട്. നമ്മുടെ വേദനകൾ അറിയുന്നവനാണ് ദൈവം. നമ്മുടെ സഹനങ്ങൾ അറിയുന്നവനാണ്. നമ്മുടെ മരണത്തിൽ പോലും അവിടുന്ന് പങ്കുപറ്റുന്നു എന്നുള്ളതാണ് ദുഃഖവെള്ളിയാഴ്ചയുടെ സന്ദേശം. കുരിശിൽ നിന്നിറക്കപ്പെട്ട യേശുവിന്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന മാതാവിന്റെ പിയാത്ത സ്വരൂപം ട്രാബ്ലോ രൂപത്തിൽ യുവജന പ്രസ്ഥാനം അവതരിപ്പിച്ചതും നൊമ്പര കാഴ്ചയായി. ലോകമുള്ള നാൾ വരെ മറക്കാൻ കഴിയില്ല യേശുദേവൻ അനുഭവിച്ച പീഡാനുഭവം. ആ പീഡാനുഭവവും ക്രൂശുമരണവും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു വല്ലാർപാടം ബസിലിക്കയിൽ നടന്ന ചടങ്ങുകൾ. ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം വിഷ്ണു പുതുശ്ശേരി, അമൃത ന്യൂസ്, കൊച്ചി.